തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. വരാഹ ഏജൻസി അസോസിയേറ്റ് CEO അഭിജിത്തിന്റെ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ്. സുരേഷ് ഗോപിക്ക് എത്താൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയത് അഭിജിത്താണെന്നാണ് ആംബുലൻസ് ഡ്രൈവർ നേരത്തെ മൊഴി നൽകിയത്. ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും. ഷംന, ഇതിപ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി അവിടെ തൃശൂർ പൂര സ്ഥലത്ത് ആംബുലൻസിൽ എത്തിയത് എത്രത്തോളം വിവാദത്തിന് കാരണമായി എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഈ പറയുന്ന വരാഹയുടെ ഉടമ അഭിജിത്തിന്റെ പങ്കാളിത്തം എന്താണ്? എന്താണ് ഇയാളിൽ നിന്ന് മനസ്സിലാക്കാൻ പോലീസ് ശ്രമിച്ചത്? രഞ്ജിത്തെ, നിലവിൽ 6 മാസത്തോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്താണ് സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. IPC 279, 34, പിന്നെ മോട്ടോർ വാഹന നിയമം 179, 184 അടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് സുരേഷ് ഗോപിക്കെതിരെ കേസ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ വരാഹി അസോസിയേറ്റിന്റെ CEO അഭിജിത്തിനെ പോലീസ് ഇയാളുടെ മൊഴിയെടുത്തത്. കാരണം ഈ അഭിജിത്താണ് സുരേഷ് ഗോപിയെ ആംബുലൻസിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയതെന്നും അഭിജിത്ത് തന്നെ ബന്ധപ്പെട്ടിരുന്നെന്നും ആംബുലൻസ് ഡ്രൈവർ നേരത്തെ തന്നെ മൊഴി നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. എങ്ങനെയാണ് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതെന്ന് പോലീസിന്റെ ചോദ്യത്തിന് മാധ്യമങ്ങളിലൂടെ കണ്ടാണ് ഇത്തരം ഒരു വാർത്ത അറിഞ്ഞതെന്നാണ് അഭിജിത്ത് മൊഴി നൽകിയിരിക്കുന്നത്. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കമുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത്, സുരേഷ് ഗോപിയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഈ അഭിജിത്തായിരുന്നു. അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ് മറ്റ് PR വർക്കുകളെല്ലാം നടന്നിരുന്നത്. അതേ അഭിജിത്ത് തന്നെയാണ് മണ്ണുത്തിയിൽ, സുരേഷ് ഗോപിയുടെ മണ്ണുത്തിയിൽ വീട്ടിൽ വെച്ച് സുരേഷ് ഗോപിയെ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്താൻ സുരേഷ് ഗോപിയോട് നിർദ്ദേശിക്കുന്നതും അഭിജിത്താണെന്നാണ് റിപ്പോർട്ടുകൾ. അതിനുശേഷം ഈ സ്വരാജ് റൗണ്ടിൽ വെച്ച് തിരക്ക് കാരണം സുരേഷ് ഗോപി ബ്ലോക്ക് ആവുന്ന സമയത്ത് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിക്കാൻ നിർദ്ദേശം നൽകുന്നത് അഭിജിത്താണെന്നാണ് ആംബുലൻസ് ഡ്രൈവർ മൊഴി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭിജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ്. എന്തായാലും മറ്റ് കൂടുതൽ വിവരങ്ങൾ ഈ കേസിൽ അഭിജിത്തിനുള്ള ബന്ധം അത് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത്, ഈ അഭിജിത്തിനെ ഇപ്പോൾ ഇതിന്റെ അന്വേഷണം കഴിഞ്ഞ കുറെ നാളുകളായി പുരോഗമിക്കുന്നുണ്ടല്ലോ ഷംന. അഭിജിത്തിന്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇയാള് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച PR ഏജൻസിയുടെ മേധാവിയാണ്. ആംബുലൻസ് എത്താൻ ഇയാൾ വിളിച്ചു വരുത്തിയ ഇയാളാണ്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം കൂടി, മറ്റു മൊഴികളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടോ? ഇനിയുള്ള ഈ സംഘത്തിന്റെ നീക്കം ഏത് തരത്തിലാണ്? അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അല്പം മന്ദഗതിയിലാണെങ്കിലും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം നമുക്കറിയാം നേരത്തെ തന്നെ FIR ഇട്ട സമയത്ത് ആരുടെയും പേര് ആ FIR ഉണ്ടായിരുന്നില്ല. അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നതാണ്. അതിനുശേഷം ഇപ്പോൾ അല്പം മന്ദഗതിയിലാണെങ്കിൽ കൂടി മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നു. അത് അല്പം ആശ്വാസം, അല്ലെങ്കിൽ കേസിന്റെ പുരോഗതി തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ അഭിജിത്തിന് കൃത്യമായി ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ അഭിജിത്ത് മൊഴി നൽകിയിരിക്കുന്നത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ തിരക്കുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ കണ്ട അറിവ് മാത്രമാണ് ഉള്ളതെന്ന രീതിയിലാണ് അഭിജിത്ത് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. രഞ്ജിത്ത്, ശരി. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പൂരം കലക്കലുമായി ബന്ധപ്പെട്ട പരാതിയിൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോൾ അഭിജിത്ത് എന്ന PR ഏജൻസിയുടെ മേധാവിയാണ് പോലീസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.